ഇന്നെനിക്ക് നല്ല അടിപൊളി ആവോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറുത്ത ആവോലിയില്ലേ, ബ്ലാക്ക് പോംഫ്രെറ്റ്, അത് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഞങ്ങളതിനെ മാച്ചാൻ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ഞാനത് നല്ല തേങ്ങയൊക്കെ വറുത്ത് അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തു. പിന്നെ പച്ചമുളക്, കറിവേപ്പില, തക്കാളി, കുടംപുളി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആവോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. ഇനി കുറച്ച് കഷ്ണങ്ങൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട്. രാവിലെ തന്നെ ചോറും അതുപോലെ തന്നെ തോരനും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബീറ്റ്റൂട്ട് തോരനാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കറി നമുക്ക് തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ ആവോലി മീനാണ് വറുത്തെടുക്കുന്നത്. അത് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മീൻകറി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ചേർക്കാം. അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ.